ഒമാനു പിന്നാലെ UAE-യിലും വരുന്ന 2 ദിവസം കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തുടരുന്ന മഴയും അസ്ഥിരമായ കാലാവസ്ഥയും പരിഗണിച്ച് സർക്കാർ സ്കൂളുകളിൽ ഇന്നും നാളെയും വിദൂര പഠനം നൽകി. എമിറേറ്റ്സ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. റാസൽ ഖൈമയിൽ നേരത്തെ തന്നെ എല്ലാ സ്കൂളുകളിലും വിദൂര പഠനം നടപ്പാക്കാൻ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ സംഘം തീരുമാനിച്ചിരുന്നു. ദുബായിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും തീരുമാനമായി. മഴയുടെ പശ്ചാത്തലത്തിൽ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ദുബായ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം അസ്ഥിരമായ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സ്വകാര്യ കമ്പനികൾക്കും അധികൃതർ നിർദ്ദേശം നൽകി. പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളോട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും ദുർഘടമെങ്കിൽ പ്രവർത്തനം നിർത്തിവെക്കാനും മാനവവിഭവശേഷി മന്ത്രാലയം സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെട്ടു. ഷാർജയിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദൂര പഠനം ഏർപ്പെടുത്താൻ അടിയന്തര ദുരിതാശ്വാസ ടീം നിർദ്ദേശം നൽകി. ഒമാനിൽ കഴിഞ്ഞ ദിവസം വെള്ളം ഉയരാനും അപകടങ്ങൾക്കും കാരണമായ ന്യൂനമർദ്ദമാണ് UAE-യും ബാധിക്കുന്നത്. മഴയ്ക്കൊപ്പം കാറ്റും ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഉണ്ടാകുന്നതിനാൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നതെങ്കിലും മറ്റ് എമിറേറ്റുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ നേരിടാൻ സജ്ജമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. മിന്നലോടും ഇടിയോടും കൂടി ശക്തമായ മഴ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.